ഇനി ഓണം വരാൻ പോവുകയാണ്. നാളെയായാൽ അത്തമായി. ഇത്തവണ ചിങ്ങത്തിന് 2 അത്തമുണ്ട്, 2 തിരുവോണവുമുണ്ട്. നാളെ അത്തത്തിന് ഈ അത്തച്ചമയാഘോഷങ്ങളടക്കം അങ്ങോട്ട് ഓണത്തിൻ്റെ മൂഡിലേക്ക് നമ്മൾ സാവധാനം പ്രവേശിക്കുകയാണ്. റിപ്പോർട്ടറടക്കം ഓണത്തിൻ്റെ ഒരു വൈബിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും ചോദ്യം, ഇത്തവണയും ഓണവിപണിയൊക്കെ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് ഓണം ഫെയറുകളൊക്കെ ഉണ്ടാകുമോ? ഓണച്ചന്തകളൊക്കെ ഉണ്ടാകുമോ? ഓണച്ചന്തയൊക്കെ തയ്യാറാണ്. സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ ഇന്ന് ആരംഭിക്കാനിരിക്കെ സബ്സിഡി സാധനങ്ങളുടെ വില അല്പം കൂട്ടിയിട്ടുണ്ട് സപ്ലൈകോ. കുറുവ അരിയുടെ വില കിലോഗ്രാമിന് 30 രൂപയിൽ നിന്ന് 33 രൂപയാക്കി, 3 രൂപ. പഞ്ചസാരയ്ക്ക് 6 രൂപയും തുവരപ്പരിപ്പിന് 4 രൂപയും അരിക്ക് 3 രൂപയുമാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. 13 ഇനം സബ്സിഡി സാധനങ്ങളിൽ ജയ അരിക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത്. ചെറുപയറിൻ്റെ വില 92 രൂപയിൽ നിന്ന് 90 രൂപയായി കുറച്ചത് ആശ്വാസവുമാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, പാളയം മാർക്കറ്റിൽ നിന്ന്. ഒപ്പം കോഴിക്കോട് നിന്നും MM രാകേഷും നമുക്കൊപ്പം ചേരും. ആദ്യം ഞാൻ അരുൺ സോളമനിലേക്ക് പോകാം. അരുൺ സോളമൻ, വെരി ഗുഡ് മോർണിംഗ്. വിലവർധന 3 രൂപ, 6 രൂപ, 4 രൂപ ഈ നിരക്കിലാണെങ്കിൽ പോലും അത് വലിയ ഒരു ആഘാതമൊന്നും ഏൽപ്പിക്കുന്നില്ലെങ്കിലും, പക്ഷേ ഓണത്തിനോട് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് വില കൂട്ടിയതിൽ ചില പ്രതിഷേധമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അരുൺ സോളമൻ, കേൾക്കാമോ? അരുൺ, സപ്ലൈകോയുടെ 50-ാം വാർഷികം ആഘോഷിച്ച ഒരു വർഷം കൂടിയാണ്. കേൾക്കാം. അരുൺ, ഗുഡ് മോർണിംഗ്. സപ്ലൈകോയുടെ 50-ാം വാർഷികം ആഘോഷിച്ച ഒരു വേള കൂടിയാണ്. ഇപ്പോൾ ഓണം വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് ഓണ സമ്മാനമായി നൽകിയിരിക്കുന്നത് കടുത്ത വിലക്കയറ്റമാണ്. ഒരാഴ്ചക്കിടെ 4 സാധനങ്ങൾക്കാണ് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്നത് സബ്സിഡി സാധനങ്ങളിൽ 4 അരികളിൽ ജയ അരിക്ക് മാത്രമാണ് ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടാകാത്ത ഒരു സ്ഥിതിയുള്ളത്. ഇതിൽ മട്ടയരി, അതുപോലെ തന്നെ കുറുവ അരി, അതുപോലെ പച്ചരി, ഈ 3 അരികൾക്കും ഇപ്പോൾ 3 രൂപ വീതം വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. നേരത്തെ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു പച്ചരിക്ക് 3 രൂപ കൂടുമെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറുവ അരിക്കും മട്ടയരിക്കും 3 രൂപ കൂടി. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് ഇപ്പോൾ 6 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് പഞ്ചസാരക്കാണ്. 27 രൂപയിലായിരുന്ന പഞ്ചസാര ഇപ്പോൾ 33 രൂപയായി മാറിയിരിക്കുന്നു, പുതിയ നിരക്ക്. അതുമാത്രമല്ല, തുവരപ്പരിപ്പ് 111 രൂപയിൽ നിന്നും 115 രൂപ, അങ്ങനെ 4 രൂപ തുവരപ്പരിപ്പിലും കൂടി. ഇതിൽ എടുത്തു പറയേണ്ട നാളുകൾ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരേ ഒരു സാധനത്തിന് മാത്രമാണ് വിലക്കയറ്റം കുറഞ്ഞിട്ടുള്ളത്. അത് ചെറുപയറാണ്. ചെറുപയർ 92 രൂപയിൽ നിന്ന് 90 രൂപയായി മാറിയിരിക്കുന്നു. എന്തായാലും 4 സാധനങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വിലക്കയറ്റമുണ്ട്. ഇതിന് ഭക്ഷ്യവകുപ്പ് നൽകുന്ന വിശദീകരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഈ ടെൻഡർ നൽകിയിരിക്കുന്ന കൊട്ടേഷൻ ഉയർന്നതാണ് ഇത്തരത്തിലൊരു വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ ഇത്തരത്തിലൊരു വിലക്കയറ്റം സംബന്ധിച്ച് സൂചന ഭക്ഷ്യവകുപ്പ് നൽകിയിരുന്നത്. സർക്കാരിന് ഇത്തരത്തിൽ ഓണമാകുമ്പോൾ ഒരു വിലക്കയറ്റം ഉണ്ടാകും, ഇതിനോടനുബന്ധിച്ച് തന്നെ ഇത് തടയാനായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷ്യവകുപ്പ് സർക്കാരിനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ധനമന്ത്രി ബാലഗോപാൽ 225 കോടി രൂപ സപ്ലൈകോക്ക് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തന്നെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. 225 കോടി രൂപ മുടക്കിയാണ് ഇപ്പോൾ ഓണ ഫെയറുകൾ ഇന്നിപ്പോൾ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നിപ്പോൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ 225 കോടി രൂപ നൽകുമ്പോൾ തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടത് 600 കോടി രൂപയായിരുന്നു. കാരണം ഈ ഓണ ഫെയറിന് മാത്രമല്ല, ഓണച്ചന്തയും അതിനോടനുബന്ധിച്ച് തന്നെ ഓണ കിറ്റ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോവിഡിന് ശേഷം തന്നെ നൽകി വന്നിരുന്ന മുൻഗണനാ വിലയുള്ള മഞ്ഞ കാർഡുകൾക്ക് ഒരു ഏകദേശം 90 ലക്ഷം കാർഡ് ഉടമകൾക്ക്, ഈ മഞ്ഞ കാർഡ് ഉടമകൾക്ക് എന്തായാലും ഈ ഓണക്കിറ്റ് നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഓണക്കിറ്റ് നൽകുമെന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത്തിരിയൊക്കെ വില കൂടിയിട്ടുണ്ട്. ഒരു 3 രൂപയുടെ വില കൂടി എന്നുള്ളതാണ് വലിയ കാര്യമായി പറയുന്നതെന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. പക്ഷേ വില കൂടുതൽ തന്നെയാണ് ചേട്ടാ. അത് 3 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 4 രൂപയാണെങ്കിലും 6 രൂപയാണെങ്കിലും സാധനങ്ങളൊക്കെ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അരുൺ, സാധനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് ഈ തിരുവനന്തപുരത്ത് ഓണച്ചന്ത തുടങ്ങുകയാണ്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും സാധനങ്ങൾ എത്തി തുടങ്ങിയിരിക്കുന്നു. നാളെ മുതൽ, അതായത് ഇന്ന് 5 തൊട്ട് 14 വരെയാണ് ഈ ചന്ത ഓണ ഫെയറുകൾ സംഘടിപ്പിക്കുക. നാളെ തൊട്ട് എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഓണ ഫെയറുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലും ഈ സാധനങ്ങളെല്ലാം എത്തി തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പൊതുവിപണിയിന് ആനുപാതികമായിട്ട് സപ്ലൈകോയിലും വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന ഇതിൽ വിശദീകരണം. ഓക്കെ, താങ്ക് യു.
അരുൺ സോളമൻ. സാധനങ്ങൾ എത്തുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. നേരിയ വർധന ചില സാധനങ്ങൾക്ക് ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് അരിക്ക് 3 രൂപ, പഞ്ചസാരയ്ക്ക്, തുവരപ്പരിപ്പിനും ഒക്കെയാണ് വില കൂടിയിരിക്കുന്നത്. തുവരപ്പരിപ്പിന് 4 രൂപ കൂടുമ്പോൾ പഞ്ചസാരയ്ക്ക് 6 രൂപയാണ് കൂടിയിരിക്കുന്നത്. ടെൻഡറിൽ വന്ന ഉയർച്ചയാണ് ഈ വിലവർധനയ്ക്ക് കാരണമെന്നാണ് സപ്ലൈകോ നൽകുന്ന വിശദീകരണം. അതേസമയം പയറിനും 92 രൂപയിൽ നിന്ന് ചെറുപയർ 90 രൂപയായി കുറയുകയും ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ ഇത്തവണ ഓണവിപണിയിലുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും വിപണിയിൽ നിന്ന് ഒരു 30-40% വിലക്കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു ആശ്വാസവുമാണ്. അരുൺ സോളമനാണ് നമുക്കൊപ്പം ചേർന്നത്.